ചേട്ടാ, പുതിയ വാടക വീട് എവിടെ എടുത്തേക്കുന്നത്? ഞാൻ പോയി കണ്ടുപോലും ഇല്ലല്ലോ. ഈ സാധനങ്ങളൊക്കെ മോളത്തിൽ ഇരിക്കുന്ന ഞാനിവിടെ കൺഫ്യൂഷനിൽ ഇരിക്കുന്ന അവർക്ക് ഇനി വാടക വീട് കാണാതെ ഇപ്പൊ അങ്ങോട്ടല്ലേ പോകുന്നത്. അല്ല, കുറെ ദൂരമായിട്ട് നമ്മളിങ്ങനെ പോകുന്നല്ലാതെ വീട് അങ്ങോട്ട് എത്തുന്നില്ലല്ലോ. മൊത്തം എന്തോ കാണാൻ തോന്നുന്നുണ്ട് രണ്ട് സൈഡും. ഈ ചേട്ടൻ ഈ ആൾവാസം ഇല്ലാത്തടത്തൊക്കെ എന്തിനാ ഈ വാടക വീട് എടുത്തത്? ഞാനെങ്കിൽ പോയി നോക്കിയായിരുന്നു ഈ ആൾവാസം ഉള്ളിടത്ത് എടുക്കത്തുള്ളൂ. എനിക്ക് പേടിയാവുന്നു. കുട്ടുമ്പന്റെ അടുത്ത് നിങ്ങോട്ട് മാറിപ്പോന്നപ്പോ ഒരു വിഷമം. പക്ഷെ അവരുടെ വീടിന്റെ അടുത്താണെങ്കിൽ എന്ത് രസമായിരുന്നു. അവരുടെ വീട്ടിൽ എപ്പോഴും കളിക്കാൻ പോകുക ചെയ്യായിരുന്നു. ഇനി അവർ ഇത്രയും ദൂരം വരണ്ടേ കളിക്കാൻ വേണ്ടി ഇങ്ങോട്ട്? ശരിയാ, കുട്ടുമനും അമ്മണിക്കും ഗീണിക്കൊക്കെ എങ്ങനെ എപ്പോഴും കളിക്കാൻ വരായിരുന്നു. ഇതിപ്പോൾ ഇത്ര ദൂരമൊക്കെ വീടെടുത്ത് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ എങ്ങനെ കളിക്കാൻ വരും? ഇവിടെ ആൾവാസം ഒന്നും ഇല്ലാത്ത സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയില്ല കണ്ടിട്ട്. എടി ആൾവാസം ഉള്ളിടത്ത് വാടക വീട് കിട്ടും, പക്ഷെ അത് ചെറിയ വീടുമായിരിക്കും, ഭയങ്കര വാടകയായിരിക്കും. ഇതിപ്പോ ജനവാസം ഒന്നും ഇല്ലാത്തതാണെങ്കിൽ എന്തറിയോ, വാടക കുറവായിരിക്കും, വലിയ വീടുമായിരിക്കും. അതുപോലെ നമുക്ക് സൗകര്യം ഇല്ല വേണ്ടത് താമസിക്കാൻ. അപ്പോൾ ആൾക്കാരെ കണ്ടോണ്ടിരുന്നാൽ മതിയോ? ഇല്ലേ, ചേട്ടൻ അങ്ങനെ പറഞ്ഞാൽ മതി. ചേട്ടൻ രാവിലെ അങ്ങ് ജോലിക്ക് പോകും. പിന്നെ ചേട്ടൻ എപ്പോഴാണ് കയറി വരുന്നത്? രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ. മോളാണെങ്കിൽ പകലാക്കി അങ്ങ് പഠിക്കാനും പോകും. പിന്നെ അവൾ പിന്നെ വൈകിട്ട് വരും. എന്നാലും ഞാനും മോളും അല്ലേ ഉള്ളൂ വൈകിട്ടൊക്കെ. ചേട്ടനെങ്കിൽ രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞല്ലേ വരത്തുള്ളൂ ജോലിയും കഴിഞ്ഞു. എന്റെ നളിനി നീ ഒന്നും മിണ്ടായിരിക്കേ, ആ വീടൊന്നും എത്തട്ടെ. ഈ സാധനങ്ങളൊക്കെ ബാക്കി തന്നെ ഉണ്ടോ നോക്ക്, ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ അതെല്ലാം തെറിച്ച് പോയി നോക്കാം ആദ്യം. സെപ്പറേറ്റ് ഒരു വണ്ടി വിളിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. എല്ലാം കൂടി ഈ കാറിനകത്ത് കയറ്റി ഈ കാർ മിക്കാറും പഞ്ചറാകുമല്ലോ. ഇല്ലില്ല, സ്ഥലം എടുക്കാറായി, കുഴപ്പമില്ല. കൂട്ടുകാർ പോയിട്ട് ഒരു പൊടി പോലും ഇടന്നില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. എടി നിങ്ങൾ വീട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടും, അത്ര മാത്രം നോക്കിയാൽ മതി. ആൾക്കാരൊന്നും ഇല്ല, പക്ഷെ നല്ല സൂപ്പർ വീട് എടുക്കുന്നത്. അതിരിക്കട്ടെ, എത്ര വാടക? വാടകയൊക്കെ കുറവാടി, വലിയ വീടാണ്, പക്ഷെ വാടക എനിക്ക് ആകെ 5000 രൂപയുള്ളൂ. ഇതുപോലത്തെ ഒരു വീട് ടൗണിലേക്കാണെങ്കിൽ ഒരു 10-20,000 രൂപയെങ്കിലും വാടക കൊടുക്കേണ്ടി വന്നേനെ. എന്തായാലും കൊള്ളാം. തോണ്ട ആ വീടാന്ന് കേട്ടാ കാണുന്നത്. ദൂരെ എന്നേ കാണാമല്ലോ. തോട് മോളിൽ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ടോ? ആ, അത് തന്നെ നമ്മുടെ കൊട്ടാരം. എങ്ങനെയുണ്ട്? അവിടെ ചെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇവിടെ ഒരു കുത്തുകയറ്റമുണ്ട് കേട്ടോ, രണ്ടുപേരും പിടിച്ചിരുത്താണേ. ഓ, മലമുകളിലൊക്കെ വീട്. ഇതെന്തുവാ ഇത്? പിടിച്ചിരുന്നോ? മോളെ ബഹളം വെക്കാതെ പിടിച്ചിരിക്കാമേ. അയ്യോ, എന്റെ പൊന്നെ, കുത്തുകയറ്റം കയറി. ഞാനേ വണ്ടി മുറ്റത്തോട്ട് ഒതുക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും ഇറങ്ങി അങ്ങോട്ട് അകത്തോട്ട് കയറി കേട്ടോ. വീട് കണ്ടിട്ട് കൊട്ടാരം പോലുണ്ട്, പക്ഷെ ഇവിടെ അടുത്തും ഒരൊറ്റ വീടില്ല. ഒറ്റ മനുഷ്യരുടെ അനക്കം പോലും കേൾക്കാനില്ല. ശരിയാ, എനിക്ക് പേടിയാവുന്നു. ദൂരെ എങ്കിൽ കുറുക്കനൊക്കെ ഓരി എടുത്തു പോലത്തെ എന്തൊക്കെയോ ഒരു സൗണ്ട് പോലൊക്കെ എനിക്ക് കേൾക്കുന്നത്. ഞാൻ സാധനങ്ങളൊക്കെ ഇനി പറക്കി വെക്കണം ഇനി എടുത്ത്. സാധനങ്ങളൊക്കെ ഞാൻ അകത്ത് കയറ്റിക്കോളാടി, നിങ്ങളൊക്കെ അകത്തോട്ട് കയറിക്കോ. ഓ, എനിക്ക് ഒറ്റയ്ക്ക് കയറാൻ പേടിയാവുന്നു. ഓ, ഇതിനെ കൊണ്ടൊക്കെ തോറ്റല്ലോ ഞാന്. എന്താ പേടിയകത്ത്? അവിടെ എന്തോ പ്രേതം പറ്റി കിടക്കുന്നോ? ആ മോളെ, നമുക്ക് അകത്ത് കയറാം. അച്ഛന്റെ വാരിക്കുന്ന മൊത്തം എനിക്ക് കേൾക്കാൻ വയ്യ. ഈ സാധനങ്ങളൊക്കെ ഞാൻ എടുക്കട്ടെ, ഇത് മൊത്തം നീ പറയുന്നത്. നിങ്ങൾ അങ്ങോട്ട് കയറ്. ഞങ്ങൾ അകത്ത് പോവാം. എന്റെ പൊന്നു കുട്ടുമ്പന്നെ അവര് പോയെന്ന് പറഞ്ഞ് നീ ഇങ്ങനെ മൗനവ്രതം തീർത്തിട്ട് വല്ല കാര്യമുണ്ടോ? മോനെ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ മോനെ, മാളൂട്ടിയുടെ അടുത്ത് ഇടയ്ക്കൊക്കെ പോകാനോ കളിക്കാനോ. കുട്ടുമനെ എഴുന്നേറ്റേ, എന്തെങ്കിലും ഒന്ന് കഴിച്ചേ. എന്റെ പൊന്നു കുട്ടുമ്പന്നെ വാ, എപ്പോഴെങ്കിലും ഒന്ന് തുറന്നല്ലോ. എന്താണ് പ്രശ്നം? ഓ, ഒന്നും പറയണ്ട അമ്മണി. മാളൂട്ടിയൊക്കെ വീട് മാറി വേറെ ദൂരെ പോയിട്ട് വരും വാടകയ്ക്ക്. അതുകൊണ്ടായിരിക്കും എന്റെ കുട്ടുമ്പൻ വിഷമിച്ചിരിക്കുക. അതിനെന്താ, അവരിവിടെ വാടകയ്ക്കാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടില്. അപ്പുറത്തെ വീട് പിന്നെ പണിയാൻ പോവല്ലേ അവര്, പിന്നെ പുതുക്കി. അതുകൊണ്ടല്ലേ അവരോട് വീട് മാറിപ്പോൻ അവര് ഓണർ പറഞ്ഞത്. അതിന് ഇവ വിഷമിച്ചിരിക്കുകയായിരിക്കും അമ്മണി. മാളൂട്ടി ആയി കളിക്കാനുണ്ടായിരുന്നു, ഇപ്പൊ ഇനി ആളുടെ കളിക്കും അതായതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും വിഷമിച്ചിരിക്കുക മാളൂട്ടി പോയെന്ന് പറഞ്ഞ്. അതിനെന്താ കുട്ടുമ്പന്നെ, നമുക്ക് ഇടയ്ക്ക് അങ്ങോട്ട് പോവാല്ലോ. ഞാനും അത് തന്നെ പറയുമായിരുന്നു. നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ അങ്ങോട്ട് മാളൂട്ടി വീട്ടിൽ കളിക്കാൻ പോകാല്ലോ. മാളൂട്ടിയുടെ വീട് എടുത്തേക്കുന്നത് കുറച്ച് ദൂരെയാണെന്നാ തോന്നുന്നത്. നവ്യേണ്ടി പറഞ്ഞായിരുന്നിട്ട് അവര് വെള്ളിമലയിൽ എടുത്തേക്കുന്നത് വീട്. വെള്ളിമലയിൽ എടുത്തേക്കുന്നത് പറഞ്ഞത്. വെള്ളിമല ഇനി ഏത് ഭാഗത്തൊന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടൊന്നും കുറച്ച് ദൂരം ഉള്ളതോ അതോ ദൂരമാണോ എന്തോ അറിയത്തില്ല. നമ്മുടെ അടുത്ത് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അവിടെ എനിക്ക് അടുത്ത വീടുകളൊന്നും കാണത്തൊന്നുമില്ല. അവിടെ കഴിഞ്ഞ ആൾവാസത്തില്ലാത്ത ഏരിയ എന്നൊക്കെ അറിഞ്ഞത്. അവരെന്തിനാ അത്രയും ദൂരമൊക്കെ പോയി വീടെടുത്തത്? അവൾ ആൾവാസമൊക്കെ ഇല്ലാത്തടത്തൊക്കെ പോയി എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കൊച്ചു വീട്ടിൽ ഇരിക്കുകയല്ലേ ഒറ്റയ്ക്ക്. പുള്ളിക്കാരൻ അങ്ങനെ ജോലിക്കും പോകും. വാടക കുറവായിട്ട് ആ വീട് എടുത്തെന്നൊക്കെയാ പറയുന്നത് കേട്ടെ. ഇനി നമുക്ക് എന്താ ഒരു അവർ വീട്ടിൽ പോകാം. അവരിന്ന് വീട് മാറുന്നതല്ലേ ഉള്ളൂ. സാധനം കെട്ടിപ്പറക്കാണ്ട് കുറച്ച് മുമ്പ് പോയതേ ഉള്ളൂ. നമുക്കെങ്കിൽ മറ്റന്നാളെ പോകാം അവരുടെ വീട്ടിലോട്ട്. ശരിയാ, നിങ്ങൾ മറ്റന്നാൾ അങ്ങോട്ട് പോകും. നീ കുട്ടുമ്പന്റെ വിഷമം ഒന്ന് കുറച്ച് പറയട്ടെ. കുട്ടുമ്പന്റെ വിഷമമൊക്കെ മാറിയോ? പാവം കുട്ടുമ്പന്റെ ഒരു കാര്യേ. അമ്മയെ കുടിക്കാൻ ചായ എടുക്കട്ടെ? ചായ വേണ്ട ശാരദേ, കട്ടൻ ചായ മതി. അയ്യോ, സാധനം ചുമന്നയാവുന്ന എന്റെ ഇടപാട് തീർന്നേ.
വേറെ ആരെങ്കിലും കൂടെ വിളിക്കണ്ടായിരുന്നു ഈ സാധനങ്ങളൊക്കെ ചുമക്കാൻ. അയ്യോ കൈ എന്റെ വേദന എടുത്തിട്ട് വയ്യേ, കൈ അനക്കാൻ വയ്യേ. കുറച്ചു നേരം ഇനി പോയി കിടന്ന് റെസ്റ്റ് എടുക്കാം. വീടൊക്കെ സൂപ്പറാ. മോക്ക് പിന്നെ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. മോളെ അടുത്തൊക്കെ വീടില്ലാത്തതിനെ കുറിച്ചുള്ള ചിന്തന ഞാൻ. ഹലോ, എങ്ങനെയുണ്ട് വീട്? ഇഷ്ടപ്പെട്ടോ? ഇതൊന്നോട് നിന്റെ മുഖം നോടി കടന്നല കുത്തി പോലിരിക്കുന്നേ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഇവിടെ ആൾതാമസം ഇല്ലാത്ത കാര്യമല്ല. എന്താ? ഓ, നല്ലൊരു വീട് എടുത്തിട്ട് അവർക്ക് കുറ്റം പറിച്ചില്ല. അതെങ്ങനെയാ അട്ടയെ പിടിച്ച് മെത്ത കിടത്തി കിടക്കൂ? ഞാനൊന്നും പറയുന്നില്ലേ. വാ. ശരിയാ, കൊട്ടാരം പുറത്ത് വീട് തന്നെ. അതായിരിക്കും ദൂരെയൊക്കെ അല്ലേ ഉള്ളൂ മോളെ. ഇവിടെ അങ്ങ് അടുത്ത വീടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സൗണ്ടുകളൊക്കെ കേൾക്കുന്നത്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. വാ, ഇനി അടുത്ത റൂം പോയി നോക്കാം. എന്താ കിടക്കുന്നത്? ആ ശരിയാ, മുടിയുടെ കെട്ടാന്നല്ലോ. ഇത് അപ്പുറത്തെ മുറിയിൽ ഞാൻ കണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് ശ്രദ്ധിച്ചില്ല. ഇത് നല്ല ആരുടെ മുടി കൊഴിഞ്ഞു വീണ് കിടക്കുന്നത്? ഇവിടെ താമസക്കാരൊന്നും ഇല്ലായിരുന്നല്ലോ. എനിക്ക് മോളെ അമ്മയും കൂടെ വരാം. ഞാൻ ഈ മുടി അങ്ങ് ചുരുട്ടി കുട്ടിയാണ്ട വേസ്റ്റ് കോട്ടെ കൊണ്ട് കളയട്ടെ. പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ വന്ന് വേസ്റ്റ് കോട്ടെ അങ്ങ് ഇരിക്കുമായിരുന്നു. അതുകൊണ്ടാ അമ്മ അങ്ങ് പോയത്. ഞാൻ പറഞ്ഞില്ലേ മോളെ, നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. വാ, ബാത്റൂമിൽ പോവാ. വാ. ആ ശരിയാ മോളെ, സൂപ്പർ ബാത്റൂമാ. ആ ബാത്ടബ് ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് ഇവിടെ കിടന്ന് കുളിക്കൊക്കെ ചെയ്യാലോ. ആ എന്തായാലും മോളിപ്പൊ കുളിക്കണ്ടല്ലോ. എന്തായാലും ഇച്ചി വെക്കിപ്പോ. അയ്യോ വേണ്ട, ഇവിടെ കിടക്കുന്ന മുടി. ഞാനിത് എവിടെ കണ്ട്? എത്ര മുറി കണ്ട് ഈ മുടി? എവിടെ വരുന്നു ഈ മുടിക്കെട്ട്? ഇപ്പൊ എത്ര അടുത്ത് ഞാൻ മുടിക്കഴിപ്പ് എടുത്ത് കളഞ്ഞറിയ എത്ര മുറിന്ന്. ആ വാ മോളെ, പെട്ടെന്ന് വാ. നമുക്ക് ഇനി കിടന്ന് ഉറങ്ങാം. സമയം ഇപ്പൊ എത്രയായി? 10-12 മണിയായെന്ന് തോന്നുന്നു. മോക്ക് വിശക്കുന്നുണ്ടോ? എന്താ വാ, നമുക്ക് കിടന്ന് ഉറങ്ങാം. ആ മുടി അടങ്ങാനും കിടക്കട്ടെ. എനിക്കിനി വീ എടുക്കാനും. ഓരോ സാധനങ്ങൾ ഇനി ഓരോരുത്തരത്ത് അടുക്കി വെക്കണം. ഇനി എന്തോ ജോലി ചെയ്ത്. എന്താ പാടോട്ടെ? നീ എന്തോ ജെന്നെ കൂടെ നോക്കിയിരിക്കുന്നേ? ഓ, ജോലി ഒരുപാട് കിടക്കുന്നു. ശരിയാ, അതിന്റെ ആകെപ്പാടെ ഒരു വീട് മാത്രമുണ്ട്. വീടെന്ന് പറയാൻ പറ്റുമോ? അതൊരു കൊച്ചു കുടില്. ഒറ്റമുറി മാത്രമുള്ള കുടിലല്ലേ കാണുന്നത്. ശരിയാന്നില്ല മോളെ, ഒരു പ്രായം ചെന്നൊരു അമ്മൂമ്മ അതിന്റെ ഇരിക്കുന്നേ. നാളെ നമുക്ക് പോയി പരിചയപ്പെടാം അവരെ. അല്ല, രാത്രി ഇപ്പൊ 1 മണിയായി കാണുമല്ലോ. അവരെന്തിന് വീണ്ടും മുറ്റത്ത് കുത്തിയിരിക്കുന്നത്? അവർക്ക് ഉറക്കൊന്നുമില്ലേ? എന്തോ ഒരു പന്തയോട് പോലെ എനിക്ക് തോന്നുന്നു. മോളുടെ പേടിയൊക്കെ പോയി തോന്നുന്നു. ബാക്കി സാധനമൊക്കെ ഒന്ന് അടുക്കി വെക്കട്ടെ. എന്തുവാണ് ഇതൊരു താഴെ ഇട്ടത്? മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലയോ? ആഹാ, ചേട്ടൻ ഉറക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു അവിടെ സാധനമൊക്കെ അടുക്കിപ്പുറക്കി വെക്കുമായിരിക്കുമെന്ന്. പിന്നെ എനിക്ക് രാവിലെ ജോലിക്ക് പോണ്ട. നീ അതൊക്കെ പതുക്കെ പതുക്കെ അടിക്കടിക്കാൻ വെച്ചാൽ മതി. എനിക്കൊന്നും സമയമില്ല ഒന്നും അടുക്കി വെക്കാനൊന്നും. സൗണ്ട് കേട്ടത് ഞാനൊന്നും ചെയ്തൊന്നും അല്ല ചേട്ടാ. എന്താന്ന് എനിക്കറിയത്തില്ല. മുറ്റത്തൊക്കെ സൗണ്ട് കേട്ടത്. മുറ്റത്തോ? ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. സുരേഷ് ഏട്ടാ അറിയാത്ത സ്ഥലമാണ്. 1 മണി എങ്ങാണ്ടൊക്കെ ആയി. നമുക്ക് പുറത്തുനിന്ന് ഇറങ്ങുമൊന്നും വേണ്ട. ഓ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ തന്നെ പോയി നോക്കട്ടെ. എന്നാ ഞാനിവിടെ വരാം. അയ്യോ തേണ്ട, മരം വീണ് കിടക്കുന്നു ഇവിടെ. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? അത് ശരിയൊന്നുമില്ല. കാറ്റില്ലായിരുന്നു, മഴയില്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. മരം ആണെങ്കിൽ നല്ല പച്ച മരം, നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച മരം. ഉണങ്ങി മരം അത് പിന്നെയും വേണ്ടില്ലായിരുന്നു. ഇതാണ് പച്ച മരം. എങ്ങനെ വന്നു വീണ്ടും ഇവിടെ? എന്തൊക്കെയോ പന്തിയുടെ ഈ വീട് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. ആ, നീ വീടിനെ കയറി പിടിക്കും. ചേട്ടാ ഇപ്പൊ കേട്ട സൗണ്ട് കേട്ടോ? ഞങ്ങളെങ്കിൽ വന്നപ്പോ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതെവിടെയാ സൗണ്ട് കേട്ടതാലും? കേട്ടിട്ടില്ലാത്ത സൈസ് സൗണ്ട്. നീ പറഞ്ഞു പറഞ്ഞപ്പോ എനിക്കൂടെ ആൾപ്പാടെ പേടിയാവുന്നുണ്ട്. നമുക്ക് എന്തായാലും പുറത്തേക്കണ്ട. പെട്ടെന്ന് അകത്ത് കയറി പോകാൻ ചേട്ടാ, പേടിയാവുന്നു.
ബെഡ്റൂമും കൊള്ളാം ജോഡി, അത്യാവശ്യം സ്പീഷ്യസ് ആണല്ലോ. ഈ വീട്ടിൽ എവിടെ സ്പീഷ്യസ് ആയിട്ടുള്ള ഏരിയ അല്ലാത്തത്? എല്ലാം കൊള്ളാം. പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങളല്ലേ നമ്മളെ പേടിപ്പെടുത്തുന്നത്. ആ പാട്ടും കൂത്തൊക്കെ രാവിലെ കിടന്നുറങ്ങാൻ നോക്കുമോളെ. മെത്ത കാണാൻ നോക്കിയിരിക്കായിരുന്നു, കിടന്ന ഒറ്റ കൂർക്കം വലിച്ച് ഉറക്കം. മോള് പേടിക്കണ്ട. എന്തിനാ പേടിക്കുന്നേ? ഞങ്ങൾ രണ്ടുമില്ലേ കൂടെ കിടക്കാന്, പിന്നെ എന്തിനാ പേടിക്കുന്നേ? മോള് കണ്ണടച്ച് ഉറങ്ങാൻ നോക്ക്. കണ്ണടച്ച് കിടക്കുക കേട്ടോ, അപ്പോൾ ഉറക്കം വരും. ആ അവര് നാളെ വരുമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ വിളിച്ചായിരുന്നല്ലോ അമ്മണി. വരുമെന്ന് പറഞ്ഞു അവർ 3 പേരും. ശാരദയിക്കണി ഇങ്ങോട്ടൊന്ന് വന്നേ രണ്ടുപേരും. എന്താ അമ്മേ? എന്താ അമ്മേ? ഇതാരേ ഈ പരിപാടി കാണിച്ചത്? മുടി കണ്ട് ഇവിടെ ചൂട്ടി കൂട്ടി ഇട്ടേക്കുന്നുണ്ട്. കയറി വരുന്നിടത്ത് ഞാനും കയറി വന്ന് എന്തോ നാണക്കേടത്. അയ്യോ ഞാനല്ല അമ്മേ അത്. അയ്യോ ഞാനല്ല അമ്മേ. ആ പിന്നെ ഞാനായിരിക്കും. ആ എന്റെ മുടിയായി കിടക്കുന്നത്. അല്ല പിന്നെ എന്തോ പറയും ഇത്. എന്റെ വെള്ള മുടിയാണല്ലോ. എന്തായാലും എന്റെ മുടിയല്ലല്ലോ ഇത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അയ്യോ ഞാനിവിടെ മുടി ഇവിടെ കൊണ്ടിട്ടായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഞാനെങ്കിൽ മുടിയാക്കി പുറത്തുനിന്ന് ചെയ്യാറുള്ളൂ. ചീകിട്ട് ഞാനെങ്കിൽ ചുരുട്ടി കൂട്ടി അതെങ്കിൽ എടുത്ത് ആ കാട്ടി കളയും. ഞാനിവിടെ മുടി ചെയ്യാറില്ല, അകത്തുന്നുണ്ട്. അമ്മൂമ്മയൊക്കെ എന്നെ വഴക്ക് പറഞ്ഞിരുന്നാലും മുടി അകത്തൊന്നും ചീകിയത് ഞാൻ നമുക്ക് പുറത്തു പോയി മുടി ചെയ്യാറുള്ളൂ. എന്തായാലും ഞാനതൊക്കെ തൂത്തുകൂട്ടി കളയാമേ. എനിക്കറിയത്തില്ല എവിടെ നിന്നാണ് വന്നത്. ആ ഇപ്പൊ കിടന്ന് ഇരിക്കട്ടെ. ഇനി ഇവിടെ ഇനി മുടി കണ്ടേക്കരുത് കേട്ടോ. നളിനി, നളിനി, ഞാൻ ഇവിടെ ജോലിക്ക് പോവാട്ടോ. അയ്യോ ചേട്ടൻ ഇന്ന് ജോലിക്ക് പോകുന്നുണ്ടോ? പിന്നെ പോവാതെ. അയ്യോ ഞാൻ വിചാരിച്ച ചേട്ടൻ ഇന്ന് ലീവാന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ ഒന്നും ഉണ്ടാക്കില്ല, ആഹാരമൊന്നും. ഇനിയിപ്പോ ഉണ്ടാക്കാൻ പോണതേ ഉള്ളൂ. ആ അത് കുഴപ്പമില്ല, ഞാൻ കടയിൽ നിന്ന് കഴിച്ചോളാം. നീ ഈ സാധനങ്ങളൊക്കെ എന്നെ അടുക്കി പറക്കിയൊക്കെ വെക്കുക കേട്ടോ ഇന്ന്. ചേട്ടൻ ഇന്ന് പോകണ്ടായിരുന്നു, ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. എനിക്ക് ഇനി വീട്ടിലെങ്കിൽ ഇനി ഇവിടെ മൊത്തം സാധനങ്ങളും അടുക്കി പറക്കി വെക്കണം. പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റും ഉണ്ടാക്കണം. പക്ഷേ ചേട്ടൻ എന്താ ഇന്നലെ ലീവ് എടുക്കാൻ വയ്യായിരുന്നോ? എടി ഇന്നലെ ഞാൻ ലീവ് എടുത്ത് എന്റെ വീട് ഇങ്ങോട്ട് മാറുന്നുണ്ട്. സാധനങ്ങളൊക്കെ ഇന്നലെ അവിടെ എല്ലാം അടുക്കി പറക്കി വെക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ ലീവ് എടുത്ത്. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ലീവ് എടുക്കണം പറഞ്ഞ് നടക്കുന്ന കാര്യം വന്നോ? എന്നാ ചേട്ടൻ ചെല്ലുക. പക്ഷേ ഞാൻ എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യണം ഈ ജോലി എല്ലാം കൂടെ. മാളൂട്ടിക്ക് പറഞ്ഞിട്ട് ഇന്ന് സ്കൂളിൽ വന്ന് അത്യാവശ്യമായിട്ട് പോയാൽ പറ്റത്തുള്ളതെന്നാണ് പറഞ്ഞത്. മാളൂട്ടി പെട്ടെന്ന് ഒരുക്കി വിടട്ടെന്നാ. മാളൂട്ടി, മാളൂട്ടി എഴുന്നേറ്റേ. മോള് സ്കൂളിൽ പോകാൻ റെഡിയായോ? ഞാനെങ്കിൽ അവിടെ പോയി നോക്കുക ബെഡ്റൂമില്. ആ ഇൻഡിപെൻഡൻസ് ഡേ വരുന്നതല്ലേ ഉള്ളൂ. ഇപ്പോഴേ നിങ്ങൾക്ക് പ്രോഗ്രാം ഒക്കെ തുടങ്ങിയോ? എൻ്റെ ഉറക്കം ശരിയായില്ല. ഞാൻ കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ എന്നപ്പോൾ ഒരു കാര്യം ചെയ്യും. നമുക്ക് ഞാൻ അങ്ങോട്ട് മോളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുമ്പോഴത്തേക്ക് മോക്ക് കഴിക്കാൻ വല്ല വാങ്ങിച്ചു തരാം. ആ പോകുന്ന വഴിക്ക് അവിടെ ഹോട്ടൽ കാണുമായിരിക്കും. ഇറങ്ങാൻ പോയി നോക്കാം. ആ മോള് പോയി ബാഗ് എടുത്തിട്ട് വാ. സ്ഥലമൊക്കെ കാണാൻ അടിപൊളിയല്ലേ? പക്ഷെ രാത്രിയിലത്തെ കാര്യമോ? പകലൊക്കെ രസമുണ്ട് ഇവിടെ. ആ ശരിയാ, നമ്മൾ എന്തിനാ വീട്ടിൽ നിന്നുകൊണ്ട് കണ്ടിരുന്നു അമ്മൂമ്മയുടെ വീട്, ആ കൊച്ചു കൂടില്. നമുക്കൊക്കെ അങ്ങോട്ട് പോയി നോക്കാം മോളെ. സമയം എത്ര ആയിപ്പോഴ്? സമയം ഉണ്ടോ പോവാന്? എന്നാ വാ മോളെ, നമുക്ക് അമ്മൂമ്മയുടെ ആ കൊച്ചു കൂടിലോട്ട് പോകാം. അയ്യോ അങ്ങോട്ട് നോക്കിക്കേ മാളൂട്ടി, ഇതോട്ടൊരു വെറൈറ്റി മരം നിൽക്കുന്നു. സ്റ്റാർ ഇട്ടോ അങ്ങനെ ആരെങ്കിലും? ക്രിസ്മസ് ഒന്നും അല്ലല്ലോ ഇപ്പോഴും. പിന്നെ എങ്ങനെ ഞാൻ കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ മരം? ഇത് ശരിക്കും ഇവിടെ ഉണ്ടായ മരം തന്നെ മോളെ. അല്ല ആരും ഇവിടെ ഡെക്കറേറ്റ് ചെയ്തൊന്നും വെച്ചേക്കുന്നൊന്നും അല്ല. മോളിക്ക് പോരെ, അതിനൊന്നും തൊടല്ലേ. ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, കറണ്ട് അടിച്ചാലോ. വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞില്ലേ മോളെ, നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ കറണ്ട് അടിച്ച് കഴിഞ്ഞാൽ തീർന്ന്. വേണ്ട വേണ്ട, അതിനൊന്നും തൊടൊന്നും വേണ്ട. വാ നമുക്ക് അമ്മമ്മയുടെ വീട്ടിലോട്ട് പോവാം, വേഗം വാ. ആളില്ലേ? മോളെ അത് കരിമ്പൂച്ച, ഇങ്ങ് മാറി നിൽക്ക്. ആരാ? ഞങ്ങളിതേ അപ്പുറത്തെ വീട്ടിലെ താമസക്കാരാ, പുതിയതായിട്ട് വാടകയ്ക്ക് താമസിക്കാൻ വന്നവരാ. ആ ആ ആ അപ്പുറത്തെ വീട്ടിലോ? ആ ഞങ്ങൾ ഇന്നലെ വന്ന താമസത്തിന്. അപ്പോഴാണെങ്കിൽ ഇന്നലെ ഞങ്ങളാണെങ്കിൽ വീട്ടിൽ നിന്നുകൊണ്ട് കണ്ടായിരുന്നു ഇവിടെ അമ്മൂമ്മ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് വന്ന് പരിചയപ്പെടണം പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. ഞാനാണെങ്കിൽ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ ഈ കുടില്. എനിക്ക് പിന്നെ കൂട്ടായിട്ട് ആരും ഒന്നും ഇല്ല. ആകെപ്പാടെ ഇതേ ഈ കൂട്ടുകാരി മാത്രമേ ഉള്ളൂ. ജോബി
എൻ്റെ മോളാ ഇത്. ഒരാളെ ഉള്ളോ? ആ, ഈ മോള് മാത്രമേ ഉള്ളൂ. ഞാനും ചേട്ടനും മോള് മാത്രമേ ഉള്ളൂ ഇവിടെ താമസം. മോളെ ആണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാൻ നോക്കുമായിരുന്നു ഞാൻ. അപ്പോഴ് മോളെ എനിക്കൊന്നും കഴിച്ചില്ല രാവിലെ. ഞങ്ങൾ ഇന്നലെ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. ഇവിടെ അടുത്തങ്ങനെ ഹോട്ടൽ കാണും അമ്മൂമ്മയും. അതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഇവിടെ തന്നെ അങ്ങ് വെച്ചും കഴിക്കും. അല്ലാതെ ഞാൻ അങ്ങനെ കടയിലൊന്നും പോയി കഴിക്കാറില്ല. നിങ്ങൾ പക്ഷെ ആ വീടെടുത്ത അത്ര നല്ലതല്ല. ഇതെന്തിനാ ആ വീടെടുത്തേ? ആ, ഈ വീട്ടിൽ നേരത്തെ ഒരു സുന്ദരി പെണ്ണ് താമസം ഉണ്ടായിരുന്നു. മുട്ടറ്റ മുടിയൊക്കെ ഉള്ള ഒരു സുന്ദരി പെണ്ണ്. അവളൊരു അനാഥയായിരുന്നു. അവൾക്കാണെങ്കിൽ അച്ഛനും അമ്മയും അങ്ങനെ വേറെ ആരും ഇല്ല. അനാഥ പെണ്ണായിരുന്നു. അവൾക്ക് ആരോ ഒരാൾ ഈ വീട് ദാനമായിട്ട് കൊടുത്തതാ. അങ്ങനെ പലരും ആണെങ്കിൽ ഇവളെ സമീപിക്കാൻ നോക്കി. കാരണം ഈ വീട് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഇവൾ ഇഷ്ടത്തിലായി. പക്ഷെ ആ ചെറുപ്പക്കാരൻ ഇവളെ ചതിക്കുമായിരുന്നു. കാരണം അവനാണെങ്കിൽ ആ വീട് മാത്രം മതിയായിരുന്നു, ഇവളെ വേണ്ടായിരുന്നു. അങ്ങനെ അവളെ ചതിയപ്പെടുത്തി അവളെ ഇല്ലാതാക്കി. എന്നിട്ടോ അവൻ ആ വീട് കയറി എടുത്ത്. അതെന്താ അമ്മൂമ്മേ, ഒരു സുന്ദരി പെണ്ണെ കിട്ടിയിട്ട് അയാൾക്ക് വീട് മാത്രം മതി, ആ പെണ്ണിനെ വേണ്ടായിരുന്നോ? കാരണം അവന് വേറൊരു പെണ്ണുണ്ടായിരുന്നു. അവളുള്ളപ്പോൾ തന്നെ ഇവളായിട്ട് ഇഷ്ടത്തിലായത്. അതായത് ഇഷ്ടമൊന്നും ആയില്ല, വെറുതെ ഇഷ്ടം അഭിനയിച്ച് ഈ വീട് തട്ടിയെടുത്തിട്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അവനും അവിടെ മറ്റവളും കൂടെ ചേർന്നിട്ട് ഈ വീട് കയറി എടുത്ത് താമസമായി. അപ്പോൾ ആ സുന്ദരി പെണ്ണ് എവിടെ പോയി? ഈ വീട്ടിൽ വെച്ച് തന്നെ അവൻ ഇല്ലാതാക്കിയത് അവളെ. അയ്യോ, അതായത് കൊന്നു കളഞ്ഞോ അയാള്? ആ, അതെ അതെ. എന്നിട്ട് ഇവനും ആ മറ്റേ പെണ്ണുണ്ടല്ലോ, ഇവൻ്റെ നേരത്തെ പെണ്ണ്, അവളും കൂടെ ചേർന്നിട്ട് താമസമാണ് ഇവിടെ. ഇവിടെ ഈ ദുരാത്മാവ് അവരെ താമസിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഇവരുമായിട്ട് ഭയങ്കര ശല്യമായി. അവളാണെങ്കിൽ എന്നും കയറി ചെല്ലും അവരുടെ വീട്ടിൽ. അങ്ങനെ ഇവർ പിന്നെ അവിടുന്ന് ഈ വീട് ഉപേക്ഷിച്ചങ്ങ് ഇറങ്ങിപ്പോയി അവർ രണ്ടുപേരും. പിന്നെ അവരെ ഇവിടെ കണ്ടിട്ടേ എല്ലാവരും. അപ്പൊ ആ പെണ്ണിന്റെ ദുരാത്മാവ് അപ്പൊ ഇവിടെ ചുറ്റി നടപ്പുണ്ടോ? പിന്നെ അല്ലാതെ പലരും ഇവിടെ വാടകയ്ക്ക് വന്നിട്ടുണ്ട്. ശല്യം കാരണം അവരെ വീട് മാറിപ്പോവും. അയ്യോ, ഇന്ന് തന്നെ ചേട്ടനോട് പറഞ്ഞു ഇവിടുന്ന് പെട്ടെന്ന് മാറാന്. ഈ വിവരങ്ങളൊന്നും ആരും പറഞ്ഞില്ല മുമ്പേ ഞങ്ങളോട്. ആ, ഈ വീടിൻ്റെ ഓണർ ആ പയ്യൻ്റെ ഒരു ബന്ധുവാ. അങ്ങനെ അവർ ഈ വീട് കയറി എടുത്തിട്ട് ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കും. പക്ഷെ അവർക്കൊന്നും താമസിക്കാനും ഒന്നും ഉള്ള ധൈര്യമൊന്നും ഇല്ല. അങ്ങനെ ഇവർ വാടകയ്ക്ക് കൊടുത്താൽ അതിൻ്റെ പൈസ എങ്ങനെ കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇവർ അവരെ ആൾക്കാരെ അടിച്ചേൽപ്പിക്കുന്നത് വാടകയ്ക്കാന്നും പറഞ്ഞുകൊണ്ട്. ഓ, അമ്മൂമ്മ ഈ വിവരങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു ചെയ്താലും ഉപകാരമായി. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് വീട് മാറാമല്ലോ. ഇന്നലെ ആണെങ്കിൽ ഞങ്ങളാണെങ്കിൽ അവിടെ നടന്നപ്പോഴാണെങ്കിൽ വീട്ടിലേ പല സ്ഥലങ്ങളിലായിട്ടേക്ക് മുടിക്കെട്ട് കിട്ടി. അപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നിയതാ. അപ്പോഴേ ഇവരും പറഞ്ഞു പ്രേതത്തിൻ്റെയൊക്കെ ശല്യം കാണുമെന്നൊക്കെ. പക്ഷെ ചേട്ടനെ സമ്മതിക്കുമോ? ചേട്ടനെങ്കിൽ പറയും ഉടങ്ങും ഒരു കുഴപ്പമൊന്നും ഇല്ലാന്ന്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞിട്ട് വന്ന ഉടനെ തന്നെ എങ്കിലേ രാത്രി മരം വാങ്ങി പൊടിഞ്ഞ് വീണ് കേട്ടോ അമ്മൂമ്മേ. മരം എന്ന് പറഞ്ഞാൽ നല്ല പച്ച മരം, നല്ല ഫ്രഷ് മരം. ഒരു കാറ്റും ഇല്ല, ഒരു മഴയില്ല, ഒന്നുമില്ല. എന്നിട്ട് ആ മരം അവിടെ വീണ്. പിന്നെ രാവിലെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് മരം ഒന്നും കാണാനില്ല. ഞാൻ വിളിച്ചിട്ട് വേറെ അയൽത്തങ്ങനെ ആരുടെ വന്ന് എടുത്തോണ്ട് പോയെന്ന്. ചേട്ടനോടെങ്കിൽ മരത്തിൻ്റെ കാര്യം ചോദിക്കാനും മറന്നുപോയി ഞാൻ. ആ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് മാറിപ്പോകാൻ നോക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി അമ്മൂമ്മ, ഞാനെന്നാ മോളെ സ്കൂളിലാക്കാൻ പോവാ. അയ്യോ, അതെങ്ങനെ മോളെ ഇന്ന് തന്നെ മാറുന്നത്? വേറെ വീട് കണ്ടുപിടിക്കണ്ടായോ? കണ്ടുപിടിച്ചിട്ടല്ലേ അങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടെല്ലാം മാറാൻ പറ്റത്തുള്ളൂ. ഇന്ന് തന്നെ എങ്ങോട്ട് പോകാനേ നമ്മള്? മാക്സിമം 2 ദിവസത്തിനുള്ളിൽ ചേട്ടനോട് പറയാൻ കണ്ടുപിടിക്കാം വേറെ വീട്. വാ മോളെ, പെട്ടെന്ന് വാ, സമയമായി. ഓ, ഹോട്ടലിന് വേണ്ടിയിട്ട് എന്തുമാത്രം ദൂരം നടന്ന്. ഓ, ആ ഹോട്ടൽ ഇത്രയെങ്കിലും അടുത്ത് കൊണ്ടുപോയിട്ട് ഭാഗ്യമായിപ്പോയി. അല്ലെങ്കിൽ പിന്നെ വിശന്ന് ഇപ്പം ഇടപാട് തീർന്നേനെ. മോക്കും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി, എനിക്കും കഴിക്കാൻ പറ്റിയതുകൊണ്ട്. പക്ഷേ ഹോട്ടലിൻ്റെ ഫുഡ് അത്ര പോരാ. എന്തായാലും ഞാൻ ഇവിടെ കൊണ്ടാക്കട്ടെ ഇനി ആദ്യമേ. അവർ വരുമ്പോൾ ഇനി കൊടുക്കണ്ടേ? ഇനി ഉച്ചയ്ക്ക് എനിക്ക് ഇവിടുന്ന് കഴിക്കണമല്ലോ. അരി അടുപ്പിടാം. അയ്യോ, ബാത്റൂമിൽ വെള്ളം തുറന്ന് കിടക്കുമായിരുന്നു. പോയി നോക്കിട്ട് വരട്ടെ. ഇതെന്നല്ല ആരെ ടാപ്പ് തുറന്നിട്ടത്? മാളൂട്ടിയുടെ പരിപാടിയായിരിക്കും. മാളൂട്ടിയായിരുന്നു. ഇനി ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഏതാ പെണ്ണ്? ആ പെണ്ണ് വല്ലതാണോ തുറന്നിട്ടത്? അയ്യോ, ഇത് അപ്പുറത്തെ വീട്ടിലെ ആ അമ്മൂമ്മയുടെ കരിമ്പൂച്ചയല്ലയോ? ഇതെങ്ങനെ ഇവിടെ വന്ന്? പറഞ്ഞു ഈ വിവരങ്ങളൊന്നും ചേട്ടനെ വിളിച്ച് പറഞ്ഞില്ലല്ലോ. ഞാൻ പോയി പെട്ടെന്ന് ഫോൺ ചെയ്ത് പറയട്ടെ ചേട്ടനോട് പെട്ടെന്ന് വീട് വേറെ നോക്കാൻ. അയ്യോ, ഈ പൂച്ച മോളെ ഇരുന്നല്ലോ ബാത്റൂമിൽ. ഇതൊക്കെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തി? എനിക്ക് ആ അമ്മൂമ്മ കണ്ടിട്ട് എന്തൊക്കെ ഒരു പന്തിയുടെ പോലെ തോന്നുന്നു. അവരുടെ വീട്ടിലുള്ളതല്ലാതെ ഈ പൂച്ച. അവരും എന്തെങ്കിലുമൊക്കെ ബാധമുള്ളതാണെന്നോ എന്തോ എനിക്കറിയത്തില്ല. അവരിനി സ്ത്രീ തന്നെ ആണെന്നോ എന്തോ. ശരിക്കും അവരും ഇനി പ്രേതമല്ലോ ഒന്ന്. എന്തായാലും ചേട്ടനെ പെട്ടെന്ന് ഫോൺ ചെയ്യട്ടെ. ഹലോ ചേട്ടാ. എന്താണ് ഇപ്പൊ വിളിച്ചത്? ഞാൻ തിരക്കായിരുന്നല്ലോ. ചേട്ടൻ തിരക്കാണോ? എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു ചേട്ടനോട്. എന്തോന്ന്? എനിക്ക് കുറെ കാര്യം പറയാനുണ്ടോ? ഞാൻ നിന്റെ വീട്ടിൽ തന്നെ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്ന ജോലിക്ക്. അന്നേരം എന്താ രാവിലെ എന്താ പറയുന്നത്? അതല്ല ചേട്ടാ, ഇപ്പൊ ഞാൻ കുറെ വിവരങ്ങൾ അറിഞ്ഞു ഈ വീടിനെ കുറിച്ച്. അത് പറയാൻ വേണ്ടിട്ടാ. ഒട്ടും സമയം ഇല്ലാത്തപ്പോഴും അവൾക്ക് വീടിന്റെ കാര്യം വന്നപ്പോ തുടങ്ങിയത് ചെവിയും തലയും കേൾക്കണ്ട. നീ ഒന്ന് പെട്ടെന്ന് പറ അങ്ങോട്ട്.
ചേട്ടൻ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്ന അമ്മൂമ്മ പറഞ്ഞ ഈ വീടിനെ കുറിച്ച് ഞാൻ പറയാം. ഈ വീട്ടിൽ ഞാൻ താമസിക്കുന്നത് എടി അപ്പുറത്ത് താമസിക്കുന്ന അമ്മൂമ്മ പറഞ്ഞതല്ലേ നീ പറഞ്ഞത്? എടി അവർക്കൊക്കെ വെറുതെ അസൂയടി, കാരണം ഇത്ര വാടക കുറച്ചൊരു വീട് കിട്ടിയതല്ലയോ. നമ്മളിതുപോലത്തെ ഒരു കൊട്ടാരം പോലുള്ള വീട്ടിൽ താമസിക്കാനപ്പോൾ അവർക്ക് അസൂയ, കാരണം അവർ താമസിക്കുന്ന വീട് കണ്ടില്ലയോ, ഒരു കുടിലല്ലയോ. ഞാൻ കണ്ടായിരുന്നു കുടിലിന്റെ അവരുടെ കുടിലിന്റെ മുറ്റത്തെങ്കിൽ അവർ കുത്തിയിരിക്കുന്ന ഒരു അമ്മൂമ്മ. അവർക്ക് അതുകൊണ്ട് അസൂയായിരിക്കും, അവർ കുടിലിൽ ഇരിക്കുന്നു, നമ്മൾ കൊട്ടാരത്തിൽ ഇരിക്കുന്നു, അതിന്റെ അസൂയ. നീ അതൊന്നും കാര്യം വെക്കണ്ട. ഈ ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ചേട്ടാ അവർ പറഞ്ഞ സത്യം കേട്ടാ. കാരണം അതുപോലുള്ള അനുഭവങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അവർ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത്. ഇപ്പം തന്നെ ആ അമ്മൂമ്മയുടെ വീട്ടിലെ ഒരു കരിമ്പൂച്ചയുണ്ട്, അത് ഭയങ്കര മേളിലിരിക്കുന്നുണ്ട് ബാത്റൂമിൽ. ഇപ്പം ഞാൻ താഴെ ഇറങ്ങിയപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആ പൂച്ച ഇപ്പം നോക്കിയിട്ടുണ്ട്, കാണാനും ഇല്ലാനെ. അയ്യോ, പൂച്ച എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. അത് കൊള്ളാം. പൂച്ച മോളിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, താഴെ വന്നപ്പോൾ അതുകൊണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ വലിയ കാര്യം. ഇനി നീ ഇന്ന് പോവച്ചിട്ട് എനിക്ക് സമയമില്ല കേട്ടോ. ഓക്കെ ബൈ. ഹലോ ഹലോ ചേട്ടാ, ഹലോ. വേറെ വീട് നോക്കണമെന്ന് പറയാൻ പോലും സമ്മതിച്ചില്ല എന്നെ കൊണ്ട്. ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ടാ, എല്ലാരും ഞായറാഴ്ച വൈകിട്ട് തിരിച്ചെങ്കിൽ പോരണം കേട്ടോ, അല്ലാതെ മാളുടെ വീട്ടിൽ സ്ഥിരമാക്കല്ലേ. മധു പിള്ളേരെ ശ്രദ്ധിച്ചോണേ, അവരെ എനിക്ക് കൊണ്ടുവിട്ടിട്ട് അങ്ങ് മധു അങ്ങ് വീട്ടിൽ പോവോ? ഞാൻ തിരിച്ച് വീട്ടിൽ പോകുന്നതാണ് അമ്മ. ഈ പിള്ളേർ മാത്രം അവിടെ താമസിക്കട്ടെ, ഞാൻ അവിടെ പോയി നിൽക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് തിരിച്ച് വീട്ടിൽ പോകും. ഇപ്പം സമയം എത്രയായി? ഇപ്പോൾ 7 മണിയോ? എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമായിരിക്കും. ശരി ശരി, എല്ലാവരും പോയിട്ട് വാ. പിള്ളേരൊന്നും ഇനി ഇവിടെ ഇല്ലാത്ത 2 ദിവസം വീട് ഉറങ്ങി കിടക്കും. അത് ശരിയമ്മേ. ഇതാരും ഇത് മുടിക്കെട്ട് തന്നെ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്, കുറച്ചും കൊല്ലല്ലോ മുടിക്കെട്ട്. ഇതെന്തും ഇത്? അയ്യോ അമ്മ, നേരത്തെ ഇവിടെ ഇല്ലായിരുന്നല്ലോ, അവരൊക്കെ നിന്നപ്പോഴേ. ഇത് എവിടെ വന്നത്? ഞാനൊന്നും അല്ലത്. പിന്നെ ഞാനല്ല. സ്ഥലം എടുക്കാറായോ അങ്ങളെ? ഏകദേശം എടുക്കാറായി കഴിഞ്ഞി. നീതമ്മ, ഇവിടെ ഒറ്റ വീടില്ലല്ലോ, ഒരു ഒറ്റ വീട്. എത്ര ദൂരമായിട്ട് നമ്മൾ ഈ കാട്ടിൽ കൂടെ പോവാ? ശരിയോ? ആകെപ്പാടെ ഏകാന്തത. അത് തന്നെ. അവരെങ്കിൽ വീടിന്റെ ഫോട്ടോ അയച്ചു തന്നായിരുന്നു. ആ വീട് തന്നെ, ഒരു കൊട്ടാരം പുറത്ത് വീടില്ലേ. മക്കളെ കുത്തുകയറ്റോട്ടോ, എല്ലാവരും പിടിച്ചിരുന്നോണേ. ഓ എന്റെ പൊന്നെ, കേറി കേറി. അച്ഛനെ കാർ അങ്ങോട്ട് ഒതുക്കിട്ട് വരാൻ കേട്ടോ മുറ്റത്ത്. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോ. ഒരു കൊട്ടാരത്തിന്റെ അതേ ലുക്കല്ലേ. എന്തോ ഒരു സൗണ്ട്, ഒരു വല്ലാത്ത സൗണ്ട് അതിന് കേട്ടത്. ഈ സ്ഥലം തന്നെ കണ്ടിട്ട് പേടിയാവുന്നു. ആ സൗണ്ടിന് കേട്ടപ്പോ കുറച്ചുകൂടെ പേടി കൂടി. പുറത്ത് അധികം നേരം നിൽക്കണേ, നമുക്ക് പെട്ടെന്ന് അകത്തോട്ട് കയറാം. ഇത് ആരും വിളിച്ചിട്ട് കാണുന്നില്ലല്ലോ. ഉറങ്ങി ഇനി? നമ്മളിപ്പോ തന്നെ സമയം എത്ര? 9:30 ആയല്ലോ. കുറച്ച് നേരത്തെ വരണ്ടായിരുന്നു, അവൻ ഇനി ഉറങ്ങി കിടക്കും. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമ്മളെ ഞാൻ അവർ അച്ഛനെ ഒന്ന് ഫോണിൽ വിളിച്ചു നോക്കട്ടെ. ഇനി അവർ ഇപ്പോൾ വലിയ വീടല്ലേ ഇത്, എവിടെയൊക്കെ ഒന്നും അറിയത്തില്ല നമുക്ക്. സമയം വെറുതെ പോകത്തിയോ. ഞാൻ ഫോണിലൊന്ന് വിളിച്ചു നോക്കട്ടെ അവർ അച്ഛനെ. ഹലോ ഹലോ, സുരേഷേ. ആഹാ, സന്തോഷോ. ഞാൻ തന്നെ പിള്ളേരെ കൊണ്ട് ഇവിടെ എത്തി. ഇവിടെ നോക്കിയിട്ട് ആരും കാണുന്നില്ല. നിങ്ങൾ ഏത് മുറിയില്ല? ആഹാ, പിള്ളേരെ കൊണ്ട് എത്തിയോ? അയ്യോ, കുറച്ച് ലേറ്റായി തോന്നുന്നുണ്ട്. ഇപ്പോൾ 9:30 ആയല്ലോ. ഞാനാണെങ്കിൽ അവിടെ ഇല്ല കേട്ടോ. ഞാനെങ്കിൽ ജോലിക്ക് പോയിട്ട് ഇനിയിപ്പോൾ താമസിക്കും വരാൻ. എന്തായാലും ഒരു 12:30 കഴിയും രാത്രിയിൽ. അപ്പോൾ അവൾ കാണുമല്ലോ, അവളും മോളും ഉണ്ട് അവിടെ. നിങ്ങളോട് വിളിക്ക്. ശരി. ഞാനത് പിന്നെ പിള്ളേരെ ഇവിടെ ഏൽപ്പിച്ചില്ല. ഞാനൊന്ന് അങ്ങ് പോട്ടെ എന്നാ വീട്ടിൽ. സന്തോഷം വന്ന് പൊക്കോ. ഞാനിപ്പോൾ എന്തായാലും ഒരു 12:30 ആകുമ്പോൾ എത്തും. എന്നാൽ പൊയ്ക്കോ. പിള്ളേർ അവരിന്ന് വിളിച്ചോളൂ നളിനിയൊക്കെ. എന്നാൽ ശരി. എന്നാൽ നളിനി ആൻറ്റി പോയി നിങ്ങൾ വിളിക്കും പിള്ളേരെ. ഞാനെങ്കിൽ അവർ ഉറങ്ങി കിടക്കുന്നിടത്തൊക്കെ ചെന്ന് വിളിക്കുന്നത് ശരിയല്ല. നിങ്ങൾ അവിടെ ചെന്ന് വിളിക്കുക കേട്ടോ. മാളൂട്ടിയും കാണുമല്ലോ, നിങ്ങൾ അവിടെ ചെന്ന് വിളിക്കും. മേളിലുണ്ട് അവർ. ഞാൻ പോവാം കേട്ടോ. ഇപ്പം അങ്ങനെയൊക്കെ ചോദിക്കും എപ്പോൾ വരുമെന്ന്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് പറയും, എന്തിനാ അച്ഛൻ ഇപ്പം വന്നത്? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പറയരുത്. പിന്നെ സ്കൂളിൽ പോകണം. അതുകൊണ്ടല്ലേ ഞായറാഴ്ച ഞാൻ വൈകിട്ട് ഇവിടെ എത്തിയിരിക്കും. ഓക്കെ, ഞാൻ പോട്ടെ. മോളെ, മോക്ക് തോന്നിയതായിരിക്കും മോളെ.
തോന്നിയതായിരിക്കും അങ്ങനെ. ഞാൻ ചേട്ടൻ എത്ര വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോണിൽ. എപ്പോൾ തൊട്ട് ഞാൻ വിളിക്കുമോ ചേട്ടനെ? ഈ ചേട്ടൻ ഇനി എപ്പോൾ വരും? ഇനി എപ്പോൾ തൊട്ട് വിളിച്ചിട്ട് റേഞ്ച് കിട്ടുന്നേ ഇല്ല. അയ്യോ അതാരാ? ചേട്ടൻ വന്നാണേ? അയ്യോ നിങ്ങളിപ്പോ എത്തി? അത് പിന്നെ ഒന്നുമില്ല, അത് പിന്നെ സന്ധ്യ ആയില്ല, അതുകൊണ്ടാണ് അവള് പേടിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാരും കൂടെ ഇന്ന് ഈ ബെഡേ കിടന്നാൽ മതി കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിവിടെ കിടക്കാം. ആഹാ അതെ മക്കളെ, നിങ്ങൾ പക്ഷെ പേടിക്കൊന്നും വേണ്ട. അതിങ്ങനെ ഒരു അമ്മൂമ്മ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ കണ്ടോന്നില്ല. എന്റെ വീട്ടിൽ കയറിയൊക്കെ താമസിക്കാന്ന് വിചാരിച്ചോ? എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് നിങ്ങളെല്ലാം കൂടെ കയറി സൂക്കാന്ന് വിചാരിച്ചോ? അയ്യോ നമുക്ക് ഈ മുറി കയറി ഒളിച്ചിരിക്കാം, ആരും മിണ്ടല്ലേ. ഞാൻ ചേട്ടനെ കുറെ നേരം കൊണ്ട് ട്രൈ ചെയ്ത് കിട്ടുന്നേ ഇല്ല, വിളിച്ചിട്ട് റേഞ്ച് ഇല്ല എന്നാ പറയുന്നത്. അയ്യോ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കായിരുന്നു, ആ മുറിക്കകത്തായി പോയി. എങ്ങനെ ഫോൺ എടുക്കോടെ പോയി? എടി എങ്ങനെയെങ്കിലും ആ മുറി പോയി ഫോൺ എടുക്കാം, നമുക്ക് അങ്ങനെ അച്ഛനെ വിളിക്കാലോ, എന്റെ അച്ഛനെ വിളിച്ചു വരുത്താം. എനിക്ക് പേടി, ഞാൻ എടുക്കാൻ വരത്തില്ല, നിങ്ങൾ തന്നെ പോയി ഫോൺ എടുക്ക്. എനിക്ക് പേടി ഒറ്റയ്ക്ക് പോകാന്. ഒരു കാര്യം ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോയിട്ട് വരാം. എനിക്ക് പേടിയാ. എന്നാ പിന്നെ കുട്ടികൾ മാത്രം ഈ റൂമിൽ നിൽക്കും, ഞങ്ങൾ എല്ലാവരും പോയി എടുത്തിട്ട് വരാം. അയ്യോ എനിക്ക് ഒട്ടും പേടിയാതെ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ, ഞാനും വരുമെന്നേ. എന്നാ വേഗം വാ, ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചു നോക്കാം. അനങ്ങരുത്, ഒറ്റ ഒരെണ്ണം അനങ്ങരുത്. അനങ്ങരുതെന്നാ പറഞ്ഞത്. ഓ ഈ മുറി എനിക്ക് കുറച്ചുകൂടി സേഫ്റ്റി ഉണ്ടെന്നോ, നമുക്ക് ഇവിടെ തന്നെ നിന്നാ മതി. അങ്ങോട്ടൊന്ന് ഫോൺ എടുക്കാൻ നീ ഒന്നിനും പോകണ്ട. അയ്യോ ഇങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ എങ്ങോട്ട് ഓടും ഇവിടുന്ന്? ഞാനാണെങ്കിൽ എന്റെ പേഴ്സ് ഇവിടെ മറന്നു വെച്ചിട്ടാ പോയത്, അത് തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് വന്നതാണ്. ഞാൻ അവിടെ എല്ലാം നോക്കിയാണ്, നിങ്ങൾ ആരും കണ്ടില്ല. ഞങ്ങൾ ആദ്യം ബെഡ്റൂമിൽ അച്ഛൻ നോക്കിയത്, അവിടെ ആരും കണ്ടില്ല, കിച്ചണിലും ആരും നോക്കിയിട്ട് കണ്ടില്ല. ഇതൊന്നും എല്ലാവരും കൂടെ ഈ കുടുംബമുറിക്കകത്ത് കയറിയിരിക്കുന്നേ. ചേട്ടന് പറഞ്ഞപ്പോ വിശ്വാസം ഇല്ലായിരുന്നല്ലോ, ഇവിടെ പ്രേതമുണ്ട്. പ്രേതോ? ഓ അതാ അപ്പുറത്തെ വീട്ടിൽ ഒരു അമ്മൂമ്മ പറഞ്ഞു വീട്ടിൽ പ്രേതമുണ്ട്. എന്റെ പൊന്നു അന്നേരം തുടങ്ങിയത് ഇവള്. അത് തന്നെയാണ് ഞങ്ങൾ വന്നപ്പോ തുടങ്ങി വീടിനെ കുറ്റം പറച്ചില്. ആ ഇവള് പറഞ്ഞാണോ എനിക്ക് ആ അമ്മൂമ്മ പറഞ്ഞ കഥയൊക്കെ, അതായിരിക്കും എല്ലാവരും ഇവിടെ കയറി ഇരിക്കുന്നേ. അതാരാ ചിരിക്കുന്നത്? ആ ചിരിക്കുന്നത് ആ പ്രേതം. ഇപ്പോഴെങ്കിലും മനസ്സിലായോ? പ്രേതോ? ആഹാ എന്നാ കണ്ടിട്ട് തന്നെ കാര്യം, പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കട്ടെ. അയ്യോ പ്രേതം, അയ്യോ പ്രേതം. അയ്യോ ഓടിക്കോ, രക്ഷിക്കണേ. അയ്യോ വീടും വേണ്ട, ഒരു സാധനം വേണ്ട, ഇറങ്ങി ഓടിക്കോ എല്ലാരും. എന്റെ വീട് തട്ടിയെടുത്തിട്ട് എല്ലാവരും ഇവിടെ സൂചിച്ച് കഴിയാന്ന് വിചാരിച്ചു എന്നെ ഇവിടെ ഇറക്കി വിട്ടച്ച്. ഒറ്റ ഇറക്കത്തിന് ഇവിടെ കണ്ടുപോയക്കരുത്. ഓടിക്കോ. ചേട്ടൻ ഇതുകൊണ്ട് ഒരു പാഠം പഠിച്ചേക്കണം. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അംഗീകരിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യണം. സോറി എടി, നീ പറഞ്ഞിട്ട് ഞാൻ വക വെക്കാത്തോണ്ട് ഇതൊക്കെ ഇത്ര സംഭവിച്ചത്. നമ്മൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത് തന്നെ. ഇനിയിപ്പോ പുതിയതായിട്ടൊരു വീട് കണ്ടുപിടിക്കുന്ന പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ട് താമസിക്കും തൽക്കാലം. അതിന് 1-2 ആഴ്ച കാണത്തുള്ളൂ നമ്മുടെ വീട്ടില്. അങ്ങളെ ദൂരമായിട്ട് നിന്റെ വീട്
ഇനി ഞങ്ങളെ. അയ്യോ ഞാനിനി ദൂരോട്ടൊക്കെ നോക്കുന്നേ ഇല്ലേ, നിങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ ഒരു സമാധാനമാണ്. നമ്മളെ ഈ ഏരിയ എന്തുമാത്രം വീടുകളും ഇഷ്ടംപോലെ ആൾക്കാരും ഈ ലൊക്കേഷനിൽ തന്നെ ഞാൻ നോക്കാം വീട്. അത് ശരിയാ സുരേഷേ, വാടക ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, ഈ ഏരിയ തന്നെ നോക്കിയാൽ മതി കേട്ടോ. അവിടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നല്ലോ, അവരും പ്രേതമായിരുന്നു കേട്ടോ. ഞാനെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് പോകുന്നപ്പോഴെങ്കിൽ അവർ പ്രേതത്തിനോട് അങ്ങ് നിൽക്കുന്നത് കണ്ടായിരുന്നു. ആ ഞാനും കണ്ട് ഒരു അമ്മൂമ്മ ആ പ്രയത്തിനുണ്ടെങ്കിൽ ആ കുടിലിനടുത്ത് നിൽക്കുന്ന ഞാൻ കണ്ട്. ഓ നമ്മുടെ വീട് എടുക്കാറായി, ആശ്വാസമായി.